യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷത്തിന്റെ പ്രാരംഭം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞൊരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി 2025 പ്രവേശിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ ആയുസ്സിനും ആരോഗ്യത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭത്തെ പ്രിയ ദൈവമക്കളുടെ മധ്യത്തെ ലൈവായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പുതുവർഷം ദൈവം എല്ലാവിധ നന്മകളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മീയ നിറവിന്റെയും ക്രിസ്തുവിന്റെ സകല നന്മകളാലും നമ്മെ നിറച്ച് നമ്മെ പരിപാലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മോട് കൂടെ ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ 2025 നാം യാത്ര തുടങ്ങുമ്പോൾ നാം ഒറ്റയ്ക്കല്ല. നമ്മോട് കൂടെ സർവശക്തനായ ദൈവം ഉണ്ട്. നമ്മോട് കൂടെ ഈ ലോകത്തിലെ പലരും ഉണ്ടാകുമെന്ന് ആരംഭത്തിലൊക്കെ പറഞ്ഞിരിക്കാം. എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാം. എന്നാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവർ നമ്മെ വിട്ട് മാറിപ്പോകും. പക്ഷേ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനായിട്ടുള്ളത്, ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പം സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഈ 2025 ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഏത് വിഷയത്തിന്റെ നടുവിലും ഭാരപ്പെടേണ്ട, ഉറപ്പും ധൈര്യവുമുള്ളവരായിട്ട് നാം യാത്ര ചെയ്യുക. നാം തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നാം കുലുങ്ങിപ്പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല. നമ്മുടെ യാത്രയിൽ വിടുതലുകൾ അനുഭവിക്കുവാനായിട്ട് ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക കരുതലുകളും വെളിപ്പെട്ടു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കി തീർക്കും. ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ ലഭിക്കുന്നു. 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 37-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിനകത്ത് നടന്ന വിടുതലിനെ പറ്റി അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 39-ാം അധ്യായത്തിൽ 3 ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണുവാൻ 4 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു യഹോവയായ ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മോട് കൂടെ ഇരുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വർഷം ദൈവം നമ്മോട് കൂടെ ഇരിക്കും. നാം കൃതാർത്ഥനായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന്. അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു. നമ്മോട് കൂടെ ദൈവം ഉണ്ടെങ്കിൽ നാം ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു എന്ന് മറ്റുള്ളവർ കാണുവാനായിട്ട് ഇടയായിത്തീരാം. 3ാമത് കാണുവാൻ സാധിക്കുന്നു, ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക രീതി ദൈവത്തിന്റെ കൃപ നൽകി. പ്രിയ ദൈവമക്കളെയും ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനും, ഹല്ലേലൂയ, ആ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ദൈവം മറ്റുള്ളവർക്ക് നമ്മോട് കരുണ കാണിക്കാനായിട്ട് ഈ 2025 ചിലപ്പോൾ 24-ലൊക്കെയും ആരും നിന്നോട് കരുണ കാണിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായിക്കണം. പക്ഷേ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നോട് മറ്റുള്ളവർ അനുകമ്പ കാണിക്കുവാൻ, അസാധാരണമായ ദയ കാണിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കൃപ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ 2025 നാം കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പോടെ നാം മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുക. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവും ശിഷ്യന്മാരുമായിട്ട് യാത്ര പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. പെട്ടെന്ന് കാറ്റടിച്ച് പടക് മുങ്ങുമാറ് തിരമാലകൾ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആ പടകയും കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അവർ യാത്ര തുടർന്നു ഗദരദേശത്ത് എത്തി എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഈ 2025 ആരംഭത്തിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദൈവം നമ്മോട് കൂടെ ഉള്ള ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഹല്ലേലൂയ. ആ കർത്താവിനുമായിട്ട് നീ യാത്ര ചെയ്യുക. നിന്റെ പടക് തകരുവാനായിട്ട് ഇടയാകത്തില്ല. നിന്റെ പടകിനെതിരെ ആഞ്ഞടിക്കുന്ന കാറ്റിനെയും കോളിനെയൊക്കെ കർത്താവ് ശാന്തമാക്കിക്കൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് സ്വർഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയെത്തീരും. നിന്റെ കൈയുടെ പ്രവർത്തികളൊക്കെ സാധ്യമാകുവാനായിട്ട് ഇടയെത്തീരും. നീ കൃതാർത്ഥനായി തീരുവാനായിട്ട് ഇടയെത്തീരും. നിന്നോട് മറ്റുള്ളവർ അസാധാരണമായ ദയ തോന്നത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കൃപ ദൈവം അവരുടെ മേൽ പകരുവാനായിട്ട് ഇടയെത്തീരും. അങ്ങനെക്ക് ദൈവത്തോട് കൂടെ നമുക്ക് ചേർന്ന് നടന്ന് മുന്നോട്ട് പോകാം. അത് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ കാണുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുണ്ട്. ഏതെങ്കിലും കുറച്ച് സ്ഥലത്ത് വരാമെന്നല്ല പറയുന്നത്, നീ എവിടെയൊക്കെ പോകുന്നുണ്ട്, നീ കർത്തവുമായിട്ടാണോ യാത്ര ചെയ്യുന്നത് എങ്കിൽ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ദൈവം ഉണ്ട് ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പും ഒരു ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയത്തണം. കർത്താവിന് നമ്മോട് കൂടി ഇരിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വഴികളൊക്കെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഹല്ലേലൂയ. നാം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. നാം അധൈര്യപ്പെട്ടു പോകുന്നവരായിട്ടല്ല, നാം ഉറപ്പുള്ളവരായിരിക്കണം ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പടക് നമ്മുടെ ജീവിതത്തിൽ 25 നാം ചിലപ്പോൾ കഴിഞ്ഞ വർഷം നേരിട്ടതിനെക്കാട്ടി പ്രശ്നങ്ങൾ കടന്നു വരാം, ഭാരങ്ങൾ കടന്നു വരാം. പക്ഷെ അതിന്റെ നടുവിലൊക്കെയും നാം ഉറപ്പുള്ളവരായി നിൽക്കുവാൻ ദൈവം കൃപ നൽകുക. പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ ദൈവം കൃപ തരുവാനായിട്ട് ഇടയത്തിനും. ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും അരുത് ഹല്ലേലൂയ. നാം ഒന്നിനെ കണ്ട് ഭയപ്പെടുവാൻ, നാം ഭ്രമിക്കുവാനായിട്ട് ദൈവം ഇടയാക്കില്ല. സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അങ്ങനെ നീ പോകുന്നിടത്തൊക്കെയും യഹോവേ ദൈവം നിന്നോട് കൂടെ ഉണ്ട് ഹല്ലേലൂയ. ആ ഒരു ഉറപ്പോടെ കർത്താവിന്റെ കൂടെയുണ്ട്. നിന്റെ കുടുംബജീവിതത്തിൽ കൂടെയുണ്ട്, നിന്റെ തലമുറ കൂടെയുണ്ട്, നിന്റെ ആത്മീയ ശുശ്രൂഷയിൽ കൂടെയുണ്ട്, നിന്റെ എല്ലാ മേഖലയ്ക്കകത്തും കർത്താവ് കൂടെ ഉണ്ട് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സകലതും ആലോചന പറഞ്ഞു തരുവാൻ കഴിയുന്ന, നമുക്ക് വഴി പറഞ്ഞു തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവുമായി യാത്ര ചെയ്യാം. ഈ 2025 സ്വർഗത്തിലെ ദൈവം എല്ലാവിധ നന്മകളാലും നിറച്ച് ഓരോരുത്തരെയും പരിപാലിക്കുമാറാട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷത്തിന്റെ ആരംഭത്തെ കാണുക സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവം, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും അരുത് ഹല്ലേലൂയ. അപ്പൊ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഈ 2025 കർത്താവെ, അങ്ങയെ കൂടെ ഞങ്ങൾ സഞ്ചരിച്ച് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ അനുഭവിക്കുവാൻ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾ എത്തിച്ചേരുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കണമേ. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആത്മീയവും ഭൗതികവുമായ സകല വിഷയത്തിനകത്ത് ദൈവം കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുമ്പിൽ നിന്ന് കർത്താവേ, എല്ലാ പ്രതികൂലങ്ങളും മാറി സമാധാനത്തിന്റെ, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെ ഒരു വർഷമായി തീരുക. ദൈവിക വിടുതലുകൾ, ദൈവിക വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു വർഷമായി തീരുക. എപ്പോഴും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പോടെ, ധൈര്യത്തോടെ ഹല്ലേലൂയ അവർ യാത്ര തിരിക്കുവാൻ ദൈവം ഇടയാക്കാം. നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാപ്പി ന്യൂ ഇയർ.